നമുക്കിനി തേർഡ് മൊഡ്യൂളാണ്. തേർഡ് മൊഡ്യൂൾ ട്രാൻസ്പോർട്ടേഷൻ അസൈൻമെൻറ്റ് പ്രോബ്ലംസ് ഉള്ളതാണ്. അപ്പോൾ നമുക്ക് ആദ്യം ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലമാണ് പഠിക്കാനുള്ളത്. കമ്പയർഡ് ടു ഫസ്റ്റ് 2 മൊഡ്യൂൾ ഇത് വലിയ ബുദ്ധിമുട്ടൊന്നും ഉള്ളതല്ല. സെക്കൻഡ് മൊഡ്യൂൾ വളരെ ചെറുതായിരുന്നു, പക്ഷേ അതിൻ്റെ അകത്ത് കുറച്ച് തിയറംസ് ഒക്കെ ഉണ്ട്. ഇതിനകത്ത് അങ്ങനെ വലിയ തിയറംസും കാര്യങ്ങളും ഒന്നുമില്ല, പ്രോബ്ലംസാണ്. നമ്മൾ ആദ്യത്തെ മൊഡ്യൂളിൽ പഠിച്ചതുപോലെ സിംപ്ലക്സ് മെത്തേഡൊക്കെ ചെയ്യുന്നത് പോലെ പ്രോബ്ലം ചെയ്യുമ്പം കുറച്ച് സമയം എടുക്കും, കാരണം കുറേ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രൊസീജിയേഴ്സ് ഉണ്ട്. പക്ഷേ നമുക്ക് ആ മെത്തേഡ് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടൊന്നുള്ള കാര്യമില്ല. ഇതിൻ്റെയും പ്രശ്നം നമുക്ക് ഒത്തിരി സമയം വേണം. ഒരു പ്രോബ്ലം ചെയ്യണമെന്നുണ്ടെങ്കിൽ കുറച്ച് സമയം വേണമെന്നുള്ളതാണ് ഇതിൻ്റെ പ്രശ്നം. അപ്പം നമുക്ക് ആദ്യം ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലം എന്താണെന്ന് കാണാം, അതിന് ശേഷം നമുക്ക് അസൈൻമെൻറ്റ് പ്രോബ്ലം കണ്ടാൽ മതി. അപ്പം ട്രാൻസ്പോർട്ടേഷൻ എന്നുള്ള പ്രോബ്ലത്തിൻ്റെ അത് എന്തായിരിക്കും ഉദ്ദേശിക്കുന്നത്? നമുക്ക് ആ വാക്കിൽ നിന്ന് തന്നെ കിട്ടുന്നൊരു കാര്യമാണ്. നമ്മൾ ഗുഡ്സ് ട്രാൻസ്പോർട്ട് ചെയ്യുന്ന കോസ്റ്റിനെ മിനിമൈസ് ചെയ്യാനാണ് അവിടെ നോക്കുന്നത്. അതായത് നമുക്ക് കുറേ സപ്ലൈ സെൻറ്ററുകളും ഉണ്ട്, കുറേ ഡിമാൻഡ് സെൻറ്ററുകൾ. സപ്ലൈ സെൻറ്ററിൽ നിന്ന് സാധനങ്ങൾ നമ്മൾ നമ്മൾ ഗുഡ്സൊക്കെ ട്രാൻസ്പോർട്ട് ചെയ്ത് ആവശ്യമുള്ളവർക്ക് കൊടുക്കുക, അതല്ല നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഒരു ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലത്തിൽ നമ്മൾ ചെയ്യുന്നു അതാണ്. കുറേ സപ്ലൈ സെൻറ്ററുകൾ കാണും. അതിന് നമുക്ക് സപ്ലൈ സെൻറ്ററുകൾ നമ്മൾ S1, S2, SM സെൻറ്റർ. ഇപ്പോൾ നമുക്ക് സപ്പോസ് 4 സപ്ലൈ സെൻറ്ററുകൾ ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പം നമ്മളതിനെ S1, ക്യാപിറ്റൽ S1, S2, S3, S4 എന്ന് പറയും. ഈ 4 സെൻറ്ററുകളിൽ നിന്ന് കുറേ സാധനങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഈ സാധനങ്ങളെയെല്ലാം നമുക്ക് പല ഡിമാൻഡ് സെൻറ്ററുകളുണ്ട്, അല്ലെങ്കിൽ ഡെസ്റ്റിനേഷനുകളുണ്ട്. അപ്പോൾ അതിന് നമ്മൾ D1, D2, D3 3 സ്ഥലത്ത് ഇതിൻ്റെ ആവശ്യമുണ്ടെന്ന് വിചാരിക്കും. 3 ഡിമാൻഡ് സെൻറ്ററുകൾ ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ അതിന് നമ്മൾ D1, D2, D3 എന്ന് വിളിക്കും. അപ്പോൾ നമ്മൾ S1ൽ നിന്ന് എത്ര കമ്മോഡിറ്റി വേണം D1ലോട്ട് പോകാൻ, S1ൽ നിന്ന് എത്ര എണ്ണം D2ലോട്ട് പോകണം, S1ൽ നിന്ന് എത്ര കമ്മോഡിറ്റി D3ലോട്ട് പോകണം എന്ന് നമ്മൾ കണ്ടുപിടിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം നമ്മൾ പറഞ്ഞു കുറേ സപ്ലൈ സെൻറ്ററുകളുണ്ട്, അതായത് പ്രൊഡക്ഷൻ നടത്തുന്ന സ്ഥലം എന്ന് നമുക്ക് വിചാരിക്കുക. അപ്പം പ്രൊഡക്ഷൻ നടത്തുന്ന സ്ഥലങ്ങളിൽ നിന്ന് നമ്മളിത് വിൽക്കുന്ന സ്ഥലത്തോട്ട് ഇത് കൊണ്ടുപോകണമല്ലോ. അപ്പം പ്രൊഡ്യൂസ് ചെയ്യുന്ന മൊത്തം ഒരേ സ്ഥലത്തോട്ട് തന്നെ കൊണ്ടുപോകണമെന്ന് യാതൊരു നിർബന്ധമില്ല, പല സ്ഥലത്തോട്ടായിരിക്കും കൊണ്ടുപോകുന്നത്. അപ്പം പല പ്രൊഡക്ഷൻ സെൻറ്ററുകൾ കാണാം, അതിന് നമ്മൾ സപ്ലൈ സെൻറ്ററുകൾ എന്ന് വിളിച്ചു. അപ്പം ഫോർ എക്സാമ്പിൾ S1, S2, S3, S4 4 പ്രൊഡക്ഷൻ അല്ലെങ്കിൽ സപ്ലൈ സെൻറ്ററുകൾ ഉണ്ടെന്ന് വിചാരിക്കുക. 3 ഡെസ്റ്റിനേഷൻസ് D1, D2, D3 3 ഉണ്ടെന്ന് സപ്പോസ് ചെയ്യാം. എന്നിട്ട് നമ്മൾ ചെയ്യുന്ന എന്താണ്, ഈ ഓരോ സപ്ലൈ സെൻറ്ററിൽ നിന്നും എത്ര യൂണിറ്റ്സ് ഓഫ് കമ്മോഡിറ്റി നമ്മൾ ഓരോ ഡിമാൻഡ് സെൻറ്ററിലോട്ടും ട്രാൻസ്പോർട്ട് ചെയ്യണം. അങ്ങനെ ട്രാൻസ്പോർട്ട് ചെയ്യുമ്പം ഇവരുടെ ആവശ്യം അനുസരിച്ച് നമുക്ക് ആവശ്യമുള്ളത് മാത്രം ട്രാൻസ്പോർട്ട് ചെയ്താൽ മതി. അപ്പോൾ ഡിമാൻഡ് സെൻറ്ററിൽ ഇപ്പോൾ ഫസ്റ്റ് ഡിമാൻഡ് സെൻറ്റർ അല്ലെങ്കിൽ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ്റെ അകത്ത് 10 യൂണിറ്റ്സേ ആവശ്യമുള്ളൂ എങ്കിൽ നമ്മൾ മാക്സിമം 10 സപ്ലൈ ചെയ്താൽ മതി. 10 കൂടുതൽ സപ്ലൈ ചെയ്യേണ്ട കാര്യമില്ല, ആവശ്യമുള്ളത് മാത്രം സപ്ലൈ ചെയ്താൽ മതി. പിന്നെ ഇതിനെല്ലാം കോസ്റ്റും ഉണ്ട് അല്ലേ. ഓരോ സെൻറ്ററിൽ നിന്നും അടുത്ത ഓരോ സപ്ലൈ സെൻറ്ററിൽ നിന്നും ഓരോ ഡിമാൻഡ് സെൻറ്ററിലോട്ട് ഒരു യൂണിറ്റ് ട്രാൻസ്പോർട്ട് ചെയ്യുന്നതിനുള്ള കോസ്റ്റ് നമുക്ക് ഉണ്ട്, അത് തന്നിരിക്കും. അപ്പം ഈ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് മിനിമൈസ് ചെയ്തുകൊണ്ട് ആവശ്യമുള്ള സാധനങ്ങൾ എങ്ങനെ കറക്റ്റായിട്ട് ഏറ്റവും കോസ്റ്റ് മിനിമൈസ് ചെയ്ത് എങ്ങനെ ട്രാൻസ്പോർട്ട് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലത്തിൽ ചെയ്യുന്നത്. അപ്പോൾ ഏകദേശം ഒരു ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു. നമുക്ക് കുറേ സപ്ലൈ സെൻറ്ററുകളും ഉണ്ട്, കുറേ ഡിമാൻഡ് സെൻറ്ററുകളും ഉണ്ട്. സപ്ലൈ സെൻറ്റർ എന്ന് പറയുന്നത് പ്രൊഡക്ഷൻ നടത്തുന്ന സ്ഥലങ്ങളിൽ നിന്നൊക്കെ നമുക്ക് ഉദ്ദേശിക്കാം. ഡിമാൻഡ് സെൻറ്റർ എന്ന് പറയുന്നത് നമ്മളത് വിൽപ്പന നടത്തുന്ന സ്ഥലമാണെന്ന് വിചാരിക്കാം. അപ്പം ടോട്ടൽ സപ്ലൈയും ടോട്ടൽ ഡിമാൻഡും എപ്പോഴും ഈക്വൽ ആയിരിക്കും. അതായത് ഇപ്പോൾ 4 സപ്ലൈ സെൻറ്റർ ഉണ്ടെങ്കിൽ ഈ 4 സപ്ലൈ സെൻറ്ററിലും കൂടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന സെയിം എമൗണ്ട് തന്നെയായിരിക്കും 3 ഡെസ്റ്റിനേഷനും കൂടെ വേണ്ട ഡിമാൻഡ്. അപ്പം ടോട്ടൽ സപ്ലൈയും ടോട്ടൽ ഡിമാൻഡും ഒരു ബാലൻസ്ഡ് ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലം ആണ് എങ്കിൽ ടോട്ടൽ സപ്ലൈ ഷുഡ് ബി ഈക്വൽ ടു ടോട്ടൽ ഡിമാൻഡ്, അതൊരു കണ്ടീഷനാണ്. അപ്പോൾ നമ്മൾ ഓർക്കേണ്ട കാര്യം, കുറേ സപ്ലൈ സെൻറ്ററുകളും ഉണ്ട്, കുറേ ഡിമാൻഡ് സെൻറ്ററുകളും ഉണ്ട്. അപ്പോൾ നമ്മൾ ജനറലി അതിനെ പറയുമ്പോഴത്തേക്കും S1, S2, SM എന്ന് പറയും സപ്ലൈ സെൻറ്ററുകളുടെ. ഡിമാൻഡ് അല്ലെങ്കിൽ ഡെസ്റ്റിനേഷനുകളെ നമ്മൾ D1, D2, DN എന്നാണ് പറയുന്നത്. എന്നിട്ട് നമുക്കെന്താ XIJ എന്നും പറഞ്ഞ ഒരു ഒന്നുമുണ്ട്, CIJ എന്ന് പറഞ്ഞൊരു കമ്പോണൻ്റ് ഉണ്ട്. CIJ എന്ന് പറഞ്ഞാൽ ith സ്ഥലത്ത് നിന്ന് jth ഡെസ്റ്റിനേഷനോട്ട്, ith സപ്ലൈ സെൻറ്ററിൽ നിന്ന് jth ഡെസ്റ്റിനേഷനോട്ട് ഒരു യൂണിറ്റ് ട്രാൻസ്പോർട്ട് ചെയ്യാനുള്ള കോസ്റ്റാണ് നമ്മൾ CIJ. C എന്ന് പറയുന്നത് കോസ്റ്റിനെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ C23 എന്ന് പറഞ്ഞാൽ S2 എന്നുള്ള സപ്ലൈ സെൻറ്ററിൽ നിന്ന് തേർഡ് ഡെസ്റ്റിനേഷൻ D3ലോട്ട് ഒരു യൂണിറ്റ് ട്രാൻസ്പോർട്ട് ചെയ്യാനുള്ള കോസ്റ്റാണ് C23. അപ്പം ജനറലി നമ്മൾ പറയുമ്പം CIJ എന്ന് പറയുന്ന ith സപ്ലൈ സെൻറ്ററിൽ നിന്ന് jth ഡെസ്റ്റിനേഷനോട്ട് ഒരു യൂണിറ്റ് ട്രാൻസ്പോർട്ട് ചെയ്യാനുള്ള കോസ്റ്റാണ് CIJ. ഇനി XIJ എന്ന് പറയുന്നത് ith സപ്ലൈ സെൻറ്ററിൽ നിന്ന് jth ഡെസ്റ്റിനേഷനിലോട്ട്
എത്ര യൂണിറ്റ്സ് ട്രാൻസ്പോർട്ട് ചെയ്യണം എന്നുള്ളതാണ് XIJ, നമ്പർ ഓഫ് യൂണിറ്റ്സ് ഓഫ് കമ്മോഡിറ്റീസ് ട്രാൻസ്പോർട്ടഡ് ഫ്രം ith സപ്ലൈ സെൻറ്റർ ടു jth ഡിമാൻഡ് സെൻറ്റർ. അതാണ് നമ്മൾ XIJ. അപ്പം കമ്പോണൻസ് ഒക്കെ ഏകദേശം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. S1, S2, SN, SM എന്ന് പറയുന്നത് നമ്മുടെ സപ്ലൈ സെൻറ്ററുകളാണ്. D1, D2, DN എന്ന് പറയുന്നത് നമ്മുടെ ഡെസ്റ്റിനേഷൻസ് അല്ലെങ്കിൽ ഡിമാൻഡ് സെൻറ്ററുകളാണ്. CIJ എന്ന് പറയുന്ന 1 യൂണിറ്റ് ഓഫ് ഐറ്റം ith സെൻറ്ററിൽ നിന്ന് jth ഡെസ്റ്റിനേഷനിലോട്ട് ട്രാൻസ്പോർട്ട് ചെയ്യാനുള്ള കോസ്റ്റ് CIJ. XIJ എന്ന് പറയുന്ന ith സപ്ലൈ സെൻറ്ററിൽ നിന്ന് jth ഡെസ്റ്റിനേഷനിലോട്ട് എത്ര യൂണിറ്റ്സ് ട്രാൻസ്പോർട്ട് ചെയ്യണം എന്നുള്ളതാണ് XIJ. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? ഈ XIJകളാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓരോ സപ്ലൈ സെൻറ്ററിൽ നിന്നും ഓരോ ഡെസ്റ്റിനേഷനിലോട്ട് എത്ര യൂണിറ്റ്സ് നമ്മൾ ട്രാൻസ്പോർട്ട് ചെയ്യണം. ഈ സപ്ലൈയും ഡിമാൻഡും ഒത്തുവരുന്നത് പോലെ, അതായത് ഈ വേണ്ടത്ര ഈ സപ്ലൈക്ക് അനുസരിച്ച് ഡിമാൻഡിനനുസരിച്ച് സപ്ലൈ ചെയ്തുകൊണ്ട് ഓരോ ഡെസ്റ്റിനേഷനും വേണ്ട ഡിമാൻഡ് ഫുൾഫില്ല് ചെയ്തുകൊണ്ട് കോസ്റ്റ് മിനിമൈസ് ചെയ്ത് നമുക്ക് എങ്ങനെ ഈ ഓരോ യൂണിറ്റ്സും ട്രാൻസ്പോർട്ട് ചെയ്യാം. അല്ലെങ്കിൽ ഇപ്പം നമുക്ക് S1 നിന്ന് എങ്ങോട്ടൊക്കെ എത്രയൊക്കെ യൂണിറ്റ്സ് ട്രാൻസ്പോർട്ട് ചെയ്യാം. S1 നിന്ന് D1 നമ്പർ ഓഫ് യൂണിറ്റ്സ് എന്ന് പറയുന്നത് X11 ആണ്. S1 നിന്ന് D3 X12 എന്നുള്ള, S1 നിന്ന് D3 X13, S1 നിന്ന് D4 X14. ഇത് ഓരോന്നും നമ്മൾ കണ്ടു. അപ്പോൾ X11, X12, X13, X14, X21, X22, X23, X24 അങ്ങനെ ഓരോ സപ്ലൈ സെൻറ്ററിൽ നിന്നും ഓരോ ഡെസ്റ്റിനേഷനിലോട്ട് എത്ര യൂണിറ്റ്സ് നമ്മൾ ട്രാൻസ്പോർട്ട് ചെയ്യണം എന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കണം. അതാണ് കോസ്റ്റ് മിനിമൈസ് ചെയ്തുകൊണ്ട് ഇതെങ്ങനെ ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലത്തിൽ ചെയ്യുന്നത്. അപ്പോൾ ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലത്തിന് നമുക്കൊരു സിംപ്ലക്സ് മെത്തേഡിൽ ചെയ്യാൻ പറ്റും. കാരണം നമുക്ക് എന്താ ഉള്ളത്, കുറേ കോസ്റ്റുകളാണ്. നമുക്ക് ഓരോ യൂണിറ്റിൻ്റെയും കോസ്റ്റുകൾ ഓരോ സെൻറ്ററിൽ നിന്നും അടുത്ത സെൻറ്ററിലോട്ട് പോകാനുള്ള ഒരു യൂണിറ്റ് ട്രാൻസ്പോർട്ട് ചെയ്യാനുള്ള കോസ്റ്റ് നമുക്ക് തന്നിട്ടുണ്ട്. ആ കോസ്റ്റ് വെച്ചിട്ട് ഡിമാൻഡും സപ്ലൈയും സാറ്റിസ്ഫൈ ചെയ്യുന്നത് പോലെ എത്ര യൂണിറ്റ്സ് XIJകൾ കണ്ടുപിടിക്കുക, ടോട്ടൽ കോസ്റ്റ് മിനിമൈസ് ചെയ്യുന്നത് പോലെ XIJകളുടെ വാല്യൂസ് കണ്ടുപിടിക്കുക നമുക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇതിനെ നമുക്കൊരു സിംപ്ലക്സ് മെത്തേഡായിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റും. പക്ഷേ ഇത് സിംപ്ലക്സ് മെത്തേഡ് നമ്മൾ ചെയ്യുമ്പം അതിന് നമ്പർ ഓഫ് കൺസ്ട്രെയിൻസും ഒക്കെ ഒരുപാട് കാണും. കുറേ നമ്പർ ഓഫ് ഡിമാൻഡ്സും അത്രയും കൺസ്ട്രെയിനുകൾ കാണുമല്ലോ. എത്ര സെൻറ്റേഴ്സ് ഉണ്ടോ അപ്പോൾ അത്രയും അതനുസരിച്ച് കൺസ്ട്രെയിനുകളുടെ എണ്ണവും കൂടിക്കൊണ്ടിരിക്കും, വേരിയബിൾസിൻ്റെ എണ്ണവും കൂടിക്കൊണ്ടിരിക്കും. ഇപ്പം സപ്ലൈ സെൻറ്ററും N ഡെസ്റ്റിനേഷൻസും ആണ് എങ്കിൽ MN വേരിയബിൾസ് വരികയല്ലേ. അപ്പോൾ ഒരുപാട് വേരിയബിൾസും ഒരുപാട് കൺസ്ട്രെയിൻസും ഉള്ളപ്പോൾ നമുക്ക് സിംപ്ലക്സ് മെത്തേഡിൽ സോൾവ് ചെയ്യാൻ കുറച്ച് പാടായിരിക്കും. അപ്പോൾ അതിനു വേണ്ടി നമ്മൾ ട്രാൻസ്പോർട്ടേഷൻ ഏകദേശം സിംപ്ലക്സ് മെത്തേഡിൻ്റെ ഫോമിൽ തന്നെ വരുന്നത് പോലെ നമ്മൾ ട്രാൻസ്പോർട്ടേഷൻ മെത്തേഡ് അതിന് വേണ്ടി ഉണ്ട്. അപ്പോൾ നമുക്ക് അത് 2 സ്റ്റെപ്പായിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ട്രാൻസ്പോർട്ടേഷൻ മെത്തേഡ് ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം ഒരു ഇനിഷ്യൽ സൊല്യൂഷൻ കണ്ടുപിടിക്കും. ഇനിഷ്യൽ സൊല്യൂഷൻ നമ്മൾ പല മെത്തേഡ്, നമുക്ക് ഇവിടെ മെയിനായിട്ട് 3 മെത്തേഡാണുള്ളത്. നോർത്ത് വെസ്റ്റ് കോർണർ മെത്തേഡുണ്ട്, വോഗൽസ് അപ്രോക്സിമേഷൻ മെത്തേഡുണ്ട്, പിന്നെ മിനിമം കോസ്റ്റ് മെത്തേഡുണ്ട്. ആ 3 മെത്തേഡിൽ ഏതെങ്കിലും ഒരു മെത്തേഡിൽ നമ്മൾ ഇതിൻ്റെ മിനിമം കോസ്റ്റ് നമ്മൾ ആദ്യം ഒരു ട്രാൻസ്പോർട്ടേഷൻ്റെ നമ്പർ ഓഫ് യൂണിറ്റുകൾ കണ്ടുപിടിക്കും. എന്നിട്ട് അത് കിട്ടിയത് ഒപ്റ്റിമൽ ആണോ എന്ന് മോഡി മെത്തേഡിൽ ചെയ്യും. അതാണ് നമ്മൾ ചെയ്യാൻ പോകുന്ന പ്രോസസ്സ്. അപ്പോൾ ഇൻട്രൊഡക്ഷൻ ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ നമുക്ക് കുറേ സപ്ലൈ സെൻറ്ററുകളും കുറേ ഡിമാൻഡ് സെൻറ്ററുകളും ഉണ്ട്. ഓരോ സപ്ലൈ സെൻറ്ററിൽ നിന്നും ഓരോ സെൻറ്ററിലോട്ടുള്ള ഡിമാൻഡ് അനുസരിച്ച് എത്ര യൂണിറ്റ്സ് ഓഫ് കമ്മോഡിറ്റീസ് നമ്മൾ ട്രാൻസ്പോർട്ട് ചെയ്യണം. ടോട്ടൽ കോസ്റ്റ് മിനിമൈസ് ചെയ്തുകൊണ്ട് ഓരോന്നിൽ നിന്നും എത്ര യൂണിറ്റ്സ് ട്രാൻസ്പോർട്ട് ചെയ്യണം എന്നുള്ളതാണ് ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലത്തിൽ നമുക്ക് മെയിനായിട്ട് കണ്ടുപിടിക്കാനുള്ളത്. അപ്പോൾ നമുക്ക് അത് LP മെത്തേഡിൽ ചെയ്യാൻ ബുദ്ധിമുട്ട്. LP മെത്തേഡ് ആണ് നമ്മൾ ചെയ്യേണ്ടത്. പക്ഷേ LP മെത്തേഡിൽ ചെയ്യുമ്പോൾ നമ്പർ ഓഫ് കൺസ്ട്രെയിൻസും നമ്പർ ഓഫ് വേരിയബിൾസും ഒരുപാട് വലുതാകുമ്പോൾ ചെയ്യാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് നമ്മൾ മോഡി മെത്തേഡ് അല്ലെങ്കിൽ മോഡിഫൈഡ് ഡിസ്ട്രിബ്യൂഷൻ മെത്തേഡ് എന്നാണ് അതിന് പറയുന്നത്. മോഡി മെത്തേഡിലാണ് നമ്മൾ പ്രോബ്ലംസ് ചെയ്യുന്നത്. അപ്പോൾ മോഡി മെത്തേഡിൽ പ്രോബ്ലം ചെയ്യുമ്പം നമുക്ക് ആദ്യം ഒരു ഇനിഷ്യൽ സൊല്യൂഷൻ വേണം. അപ്പോൾ ഇനിഷ്യൽ സൊല്യൂഷൻ കണ്ടുപിടിക്കാം. അത് നമുക്കൊരു തുടക്കം വേണമല്ലോ. നമ്മൾ സിംപ്ലക്സിലാണെങ്കിൽ നമ്മൾ എന്താ ചെയ്യുന്നത്, നമ്മളൊരു ബേസിക് സൊല്യൂഷനിൽ വെച്ച് സ്റ്റാർട്ട് ചെയ്യും. ബേസിക് സൊല്യൂഷൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് എങ്ങനെയാണ്, സ്ലാക്ക് വേരിയബിൾസും സർപ്ലസ് വേരിയബിളും ഒക്കെ കൊടുത്തിട്ട് ഐഡൻറ്റിറ്റി മെട്രിക്സ് വരുന്ന ആ കോളത്തിൻ്റെ കറസ്പോണ്ടിങ് വേരിയബിൾസിൻ്റെ വാല്യൂസ് കൊടുത്തിട്ടല്ലേ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇവിടെ നമ്മൾ ഇനിഷ്യൽ
ഇനീഷ്യലി കുറേ വാല്യൂസ് നമുക്ക് വേണം. ഓരോ സെൻറ്ററിൽ നിന്ന് അടുത്ത സെൻറ്ററിലോട്ട് എത്ര കമ്മോഡിറ്റീസ് വെച്ച് എല്ലാത്തിൽ നിന്നും എല്ലായിടത്തോട്ടും പോകണമെന്ന് നിർബന്ധമില്ല. അപ്പോൾ നമ്മൾ എത്ര എണ്ണം വെച്ചിട്ട് ട്രാൻസ്പോർട്ട് ചെയ്യണം എന്നുള്ള ഏകദേശം ഒരു ഇനിഷ്യൽ സൊല്യൂഷൻ കിട്ടും. ആ ഇനിഷ്യൽ സൊല്യൂഷൻ പിന്നെ ഒപ്റ്റിമലാണ്. നമ്മൾ മറ്റോടത്ത് CJ - SRJ > 0യും മാക്സിമൈസേഷൻ ആണെങ്കിൽ <= 0 ആണെങ്കിൽ സൊല്യൂഷൻ ഒപ്റ്റിമലാന്നൊക്കെ പറഞ്ഞതുപോലെ ഇവിടെയും നമ്മൾ കിട്ടിയ ആ സൊല്യൂഷൻ ഒപ്റ്റിമലാണോ എന്ന് മോഡി മെത്തേഡിൽ നോക്കണം. അപ്പം മെത്തേഡ് ഞാൻ ഓരോ പ്രോബ്ലം വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം, അതായിരിക്കും നിങ്ങൾക്ക് എളുപ്പം. ഇപ്പം ഞാൻ ചുമ്മാ പറയുന്നതിൽ ഇനിഷ്യൽ സൊല്യൂഷൻ കാണാനുള്ളത് നമുക്ക് ഓരോ പ്രോബ്ലം വെച്ച് എക്സ്പ്ലെയിൻ ചെയ്തു പോകാം. അപ്പോൾ ആദ്യം ജനറൽ മാത്തമാറ്റിക്കൽ മോഡൽ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമുക്ക് S1 S2 SM സപ്ലൈ സെൻറ്ററുകളും D1 D2 DN ഡെസ്റ്റിനേഷൻ സെൻറ്ററുകളുമാണ് ഉള്ളത്. അപ്പോൾ ഓരോ സപ്ലൈ സെൻറ്റർ, ഇപ്പോൾ S1 ടോട്ടൽ എത്ര സപ്ലൈ ഉണ്ടെന്നുള്ളത് നമ്മൾ A1, S2 മൊത്തം എത്ര പ്രൊഡ്യൂസ് ചെയ്യുന്നുള്ളതിന് നമ്മൾ A2 എന്ന് വിളിക്കും. S3 മൊത്തത്തിൽ എത്ര പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടെന്നുള്ളത്, എത്ര സപ്ലൈ ഉണ്ടെന്നുള്ളത് നമ്മൾ S3 ആണെങ്കിൽ A3. പിന്നെ ഡിമാൻഡ് ഡെസ്റ്റിനേഷൻ സെൻറ്ററിലെ ആണെങ്കിൽ ടോട്ടൽ ഡിമാൻഡിനെ നമ്മൾ B1 B2 BN എന്ന് വിളിക്കുന്നു. ഓരോന്നിൻ്റെയും ഡിമാൻഡ്. CIJ എന്ന് പറയുന്ന ith സപ്ലൈ സെൻറ്ററിൽ നിന്ന് jth ഡിമാൻഡ് സെൻറ്ററിലോട്ട് ഒരു യൂണിറ്റ് ട്രാൻസ്പോർട്ട് ചെയ്യാനുള്ള കോസ്റ്റ് നമ്മൾ CIJ എന്ന് വിളിക്കുന്നു. XIJ എന്ന് പറയുന്നത് നമ്മുടെ നമ്പർ ഓഫ് യൂണിറ്റ് ith സോഴ്സിൽ നിന്ന് jth ഡെസ്റ്റിനേഷനിലോട്ട് പോകുന്നത് എത്രയാണ്. അപ്പം നമുക്ക് ഈ XIJകളാണ് കണ്ടുപിടിക്കേണ്ടത്. ടോട്ടൽ കോസ്റ്റ് എന്ന് പറയുന്നത് സമ്മേഷൻ CIJ XIJ ആണ്. അപ്പം ഒരു യൂണിറ്റിൻ്റെ കോസ്റ്റ് CIJ ആണെങ്കിൽ XIJ × CIJകൾ ആഡ് ചെയ്യുന്നതായിരിക്കുമല്ലോ നമുക്ക് ടോട്ടൽ കോസ്റ്റ് വരുന്നത്. അതിനെ മിനിമൈസ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഒപ്റ്റിമൈസ് ചെയ്യേണ്ടത് നമുക്കതാണ്. മിനിമൈസ് ടോട്ടൽ കോസ്റ്റ്. ഇപ്പോൾ CIJ XIJ നമുക്ക് മിനിമൈസ് ചെയ്യണം. സബ്ജക്റ്റ് ടു ദ കൺസ്ട്രെയിൻസ് എന്താണ്, എല്ലാ സാധനങ്ങളും നമ്മൾ യൂസ് ചെയ്യണം. അപ്പോൾ ആദ്യത്തെ സപ്ലൈ സെൻറ്ററിൽ A1 യൂണിറ്റ്സ് ഉണ്ട്. അപ്പോൾ XIJ ആദ്യത്തെ അത് ഫില്ല് ചെയ്യുമ്പം A1 വരണം. രണ്ടാമത്തെ കോളം ഫുൾ ആഡ് ചെയ്യുമ്പോഴത്തേക്ക് രണ്ടാമത്തെ ആ സപ്ലൈ സെൻറ്ററിൻ്റെ ആഡ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് A2 വരണം. അപ്പോൾ XIJ J വേരീസ് ഫ്രം, അതായത് നമ്മൾ ജെയ്ക്ക് വേരിയേഷൻ കൊടുത്തിട്ട് XIJ സമ്മേഷൻ എടുത്താൽ അത് AI ആയിരിക്കണം. ഓരോ ഐക്കും കറസ്പോണ്ടിങ് ആയിട്ട് അത് ഓരോന്നും അത് നിങ്ങൾക്കത് ഈ ഫിഗർ നോക്കുമ്പോൾ മനസ്സിലാവും. ഈ രണ്ടാമത്തെ ഇത് നോക്കുക, ഈ ഫിഗർ നോക്കുക. ഈ ഫിഗറിൽ നമ്മൾ ഫസ്റ്റ് റോ എന്ന് പറയുന്നത് S1 റോ ആണല്ലോ. S1 കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ X11 X12 എക്സെട്ര X1N ആണ് അവിടെ ഓരോ യൂണിറ്റ്സും. ആ X11 X12 എക്സെട്ര X1N ആഡ് ചെയ്യുമ്പം A1 വരണം. അതുപോലെ തന്നെ രണ്ടാമത്തെ റോ ആണെങ്കിൽ X21 X22 എക്സെട്ര X2N ആഡ് ചെയ്യുമ്പോൾ, അതായത് ആ S2 എന്നുള്ള സപ്ലൈ സെൻറ്ററിൽ നിന്ന് എത്രത്തോളം ട്രാൻസ്പോർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ ഓരോ യൂണിറ്റും ആഡ് ചെയ്യുമ്പോൾ അവിടെ മൊത്തം ഉള്ളത് A2 ആണ്. അത് മൊത്തം ട്രാൻസ്പോർട്ട് ചെയ്യാൻ പറ്റണം, അത് കുറച്ച് അവിടെ ഇടാൻ പറ്റത്തില്ല. അപ്പം X21 X22 എക്സെട്ര X2N എന്ന് പറയുന്നത് A2. അപ്പോൾ ഓരോ റോ വൈസ് ആഡ് ചെയ്യുമ്പം A1 A2കൾ കിട്ടണം. അപ്പോൾ ഒരു സെറ്റ് ഓഫ് കൺസ്ട്രെയിൻസ് കിട്ടും. പിന്നെ കോളം വൈസും ഈ ഡിമാൻഡ് ഉള്ളത് മാത്രമേ നമുക്ക് പറ്റുള്ളൂ. ഡിമാൻഡ് 10 ആണെങ്കിൽ 10 കൃത്യമായിട്ട് കൊടുത്തേ പറ്റുള്ളൂ. അപ്പോൾ അത് നമ്മൾ ഇങ്ങോട്ട് ആഡ് ചെയ്യണം. അത് D1 കറസ്പോണ്ടിങ് ആയിട്ട് ഇങ്ങോട്ട് ആഡ് ചെയ്യുമ്പം X11 X21 പ്ലസ് എക്സെട്ര XM1. ഇവിടെ നോക്കി നിങ്ങൾ ഈ ഫസ്റ്റ് D1 കോളം ആഡ് ചെയ്യുമ്പം ഈ നമ്മൾ വട്ടത്തിലിട്ടേക്കുന്നതാണ് ഓരോ ഇതിനകത്തെ എത്ര കോസ്റ്റ് എത്ര യൂണിറ്റ്സ് എന്നുള്ളത്. അപ്പോൾ അത് X11 കോളം വൈസ് ഫസ്റ്റ് കോളം നോക്കുവാണെങ്കിൽ X11 പ്ലസ് X21 പ്ലസ് എക്സെട്ര XM1 ഷുഡ് ബി ഈക്വൽ ടു B1. അടുത്തത് വരുമ്പോൾ X12 X22 എക്സെട്ര XM2 ഈക്വൽ ടു B2. അങ്ങനെ ഓരോ കോളം വൈസും ആഡ് ചെയ്യണം. അപ്പോൾ നമുക്ക് M+N കൺസ്ട്രെയിൻസ് ആയില്ലേ, അപ്പോൾ അത്രയും കൺസ്ട്രെയിൻസ് വരും. ആദ്യത്തേതിൽ നിന്ന് M കൺസ്ട്രെയിൻസ്, രണ്ടാമത്തേതിൽ നിന്ന് N കൺസ്ട്രെയിൻസും വരും. എന്നിട്ട് ഈ ഓരോ XIJകളും ≥ 0 ആയിരിക്കണം. ഇതാണ് നമ്മുടെ LP മോഡൽ ഫോർമുലേഷൻ എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ആദ്യം എന്താ, നമുക്ക് ഈ XIJകൾ തന്നിട്ടില്ല, നമുക്ക് തന്നേക്കുന്നത് എന്താണ്, A1 A2 A3 തന്നിട്ടുണ്ട്, B1 B2 അതായത് AIകളും BJകളും തന്നിട്ടുണ്ട്, CIJകളും തന്നിട്ടുണ്ട്, ഓരോന്നിൻ്റെ കോസ്റ്റും തന്നിട്ടുണ്ട്, CIJകളും തന്നിട്ടുണ്ട്. അതിൽ നിന്ന് നമുക്ക് XIJകൾ കണ്ടുപിടിക്കുക ചെയ്യേണ്ടത്. അപ്പം XIJകൾ കണ്ടുപിടിക്കാനുള്ള മെത്തേഡ്സ് ആണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഓർക്കേണ്ട ഒരു കാര്യം, ടോട്ടൽ സപ്ലൈയും ടോട്ടൽ ഡിമാൻഡും സെയിം ആണെങ്കിലേ നമുക്ക് മുന്നോട്ട് പ്രൊസീഡ് ചെയ്യാൻ പറ്റുള്ളൂ. അതായത് മൊത്തം A1 A1 A2 AM ആഡ് ചെയ്യുന്നതും B1 B2 BN ആഡ് ചെയ്യുന്നതും സെയിം ആയിരിക്കണം. AI ഷുഡ് ബി ഈക്വൽ ടു BJ.
എങ്കിൽ മാത്രമേ പ്രോബ്ലം ബാലൻസ്ഡ് ആവുന്നുള്ളൂ. ബാലൻസ്ഡ് ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലം ആണെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇത് ബാലൻസ്ഡ് അല്ലെങ്കിൽ നമ്മൾ ഒരു കോളമോ ഒരു റോയോ എക്സ്ട്രാ ഡമ്മി ആയിട്ട് ചേർത്ത് അതിനെ ബാലൻസ് ചെയ്തിട്ട് മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പം നമുക്ക് ടോട്ടൽ M+N അല്ലേ, നമുക്ക് ഇങ്ങോട്ടും കൂടെ നമ്മൾ നോക്കുമ്പോൾ M+N കോളംസ് ആണ് അതിൻ്റെ അകത്ത് വരുന്നത്. അപ്പോൾ M+N കൺസ്ട്രെയിൻസ് വരും. മൊത്തം അതിൻ്റെ അകത്ത് ഇങ്ങോട്ടും കൂടെ നമ്മൾ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് M+N കൺസ്ട്രെയിൻസ് വരും. അപ്പോൾ നമുക്ക് സൊല്യൂഷൻ കിട്ടാൻ വേണ്ടി M+N -1 വേരിയബിൾസിന് നമ്മൾ വാല്യൂസ് ആദ്യം കൊടുക്കണം. ഇനിഷ്യൽ സൊല്യൂഷൻ്റെ അകത്ത് എപ്പോഴും M+N -1 വേരിയബിൾ എങ്കിലും നമുക്ക് സൊല്യൂഷന് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ അത് ഡീജനറേറ്റ് ആണെന്ന് നമ്മൾ പറയും. മറ്റൊരു ബേസിക് സൊല്യൂഷൻ നമ്മൾ പറയല്ലേ, അവിടെ M-N നമ്മൾ സിംപ്ലക്സിൻ്റെ കേസിലാണെങ്കിൽ M-N വേരിയബിൾസിന് നോൺ സീറോ വാല്യൂസ് കൊടുത്താൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യും അല്ലേ. അതേപോലെ ബേസിക് വേരിയബിൾസ് എന്ന് പറയുന്നത് പോലെ ഇവിടെ നമുക്ക് M+N M-N നമ്പർ ഓഫ് സപ്ലൈസ് എന്നും ഡിമാൻഡ് ആണ്. അപ്പോൾ M+N -1 വേരിയബിൾസിന് നമ്മൾ വാല്യൂസ് നോൺ സീറോ വാല്യൂസ് കൊടുത്ത് വേണം സ്റ്റാർട്ട് ചെയ്യാൻ. അപ്പോൾ ഓർക്കേണ്ട കാര്യം, ഒരു പ്രോബ്ലം ബാലൻസ്ഡ് ആണെങ്കിൽ മാത്രമേ നമുക്ക് ഫീസിബിൾ സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഒരു ഫീസിബിൾ സൊല്യൂഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ σAi ഷുഡ് ബി ഈക്വൽ ടു σBj ആയിരിക്കണം. അതിൻ്റെ അകത്ത് M+N കൺസ്ട്രെയിൻസ് കാണും, Mn വേരിയബിൾസും കാണും. കാരണം നമ്പർ ഓഫ് വേരിയബിൾസ് x11 x12 എക്സെട്ര എന്നും പറഞ്ഞ് നമുക്ക് നോക്കുമ്പോൾ അത് Mn വേരിയബിൾസ് കാണും, M+N കൺസ്ട്രെയിൻസും കാണും. അപ്പോൾ നമുക്ക് അതിനൊരു സൊല്യൂഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ M+N -1 ഒരു ബേസിക് സൊല്യൂഷൻ എന്ന് പറയുന്നത് M+N -1 വേരിയബിൾസിന് നോൺ സീറോ വാല്യൂസ് കൊടുത്തിട്ടുള്ള. അപ്പോൾ അതെങ്ങനെ കിട്ടും എന്നുള്ളതാണ് നമ്മൾ നമുക്ക് 3 മെത്തേഡിൽ ഇത് ഇനിഷ്യൽ സൊല്യൂഷൻ കാണാം. ഇനിഷ്യൽ സൊല്യൂഷൻ കാണാൻ വേണ്ടിയാണ് 3 മെത്തേഡ്. ഫൈനൽ സൊല്യൂഷൻ കാണാൻ വേണ്ടി ഒറ്റ മെത്തേഡേ ഉള്ളൂ. ഈ ഇനിഷ്യൽ സൊല്യൂഷൻ ഏതെങ്കിലും മെത്തേഡ് ചെയ്തിട്ട് മെത്തേഡിൽ അല്ലെങ്കിൽ മോഡിഫൈഡ് ഡിസ്ട്രിബ്യൂഷൻ മെത്തേഡിൽ നമ്മൾ ആ സൊല്യൂഷൻ ഒപ്റ്റിമൽ ആണോ എന്ന് നോക്കിയിട്ട് പിന്നെ അതിനെ ഒപ്റ്റിമൈസ് ചെയ്യുകയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഈ 2 മാർക്ക് ക്വസ്റ്റിന് ചോദിക്കുന്നത് വേണമെങ്കിൽ ഫീസിബിൾ കണ്ടീഷൻ, എക്സിസ്റ്റൻസ് ഓഫ് ഫീസിബിൾ സൊല്യൂഷൻ്റെ കണ്ടീഷൻ, അതായത് ടോട്ടൽ ഡിമാൻഡ് ഈക്വൽ ടു ടോട്ടൽ സപ്ലൈ. അതാണ് ആ ബാലൻസ്ഡ് ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലം എന്താണെന്ന് ചോദിച്ചാലും ഫീസിബിൾ കണ്ടീഷൻ എന്താണെന്ന് ചോദിച്ചാലും എഴുതേണ്ട കാര്യം. ഇപ്പോൾ ഫീസിബിൾ ആവാനായിട്ട് 2 കാര്യങ്ങൾ നമ്മൾ നോക്കണം. ടോട്ടൽ സപ്ലൈ ഷുഡ് ബി ഈക്വൽ ടു ടോട്ടൽ ഡിമാൻഡ് ആയിരിക്കണം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അതല്ല എങ്കിൽ നമുക്ക് പ്രോബ്ലം ബാലൻസ്ഡ് അല്ല. അപ്പോൾ ഒരു ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലം ബാലൻസ്ഡ് എന്ന് പറയണമെന്നുണ്ടെങ്കിൽ ടോട്ടൽ സപ്ലൈ ഷുഡ് ബി ഈക്വൽ ടു ടോട്ടൽ ഡിമാൻഡ്, എങ്കിൽ മാത്രമേ പ്രോബ്ലം ബാലൻസ്ഡ് ആവുന്നുള്ളൂ. പിന്നെ ഓർക്കേണ്ട കാര്യം എന്താണ്, നമ്മൾ M+N -1 വേരിയബിൾസിന് നമ്മൾ നോൺ സീറോ വാല്യൂസ് കൊടുത്തിട്ടാണ് ഒരു ഇനിഷ്യൽ സൊല്യൂഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ പറയും ഇത് നോൺ ഡീജനറേറ്റ് ആണ്. ഇനി M+N -1 വേരിയബിൾസിന് നോൺ സീറോ വാല്യൂസ് കൊടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ ആ പ്രോബ്ലം ഡീജനറേറ്റ് ആണ് നമ്മൾ പറയും. ഇനി നോൺ സീറോ വാല്യൂസ് കൊടുക്കുന്ന സെല്ലുകളെ നമ്മൾ ഒക്യുപ്പൈഡ് സെൽ എന്ന് പറയും, അല്ലാത്തതിനെ നമ്മൾ അൺഒക്യുപ്പൈഡ് സെൽ എന്നാണ് പറയുന്നത്. ഇനി നമുക്ക് ഈ ഇനിഷ്യൽ സൊല്യൂഷൻ കാണുന്ന മെത്തേഡ്സ് പറയാം, അത് ചെയ്ത് കാണിക്കാം. നിങ്ങൾക്ക് ഒരു പ്രോബ്ലം വെച്ചിട്ട് പറയുന്നതായിരിക്കും കുറച്ചും കൂടെ സിമ്പിളായിട്ട് മനസ്സിലാവുന്നത്.